30 ദിവസം നീണ്ടു നിന്ന ഈ സീരീസിൽ നിങ്ങൾ പ്രധാനമായും ഓർക്കേണ്ടത് 5 കാര്യങ്ങൾ മാത്രമാണ്. ഫസ്റ്റ് വൺ, ഇൻഫ്ലേഷൻ നിങ്ങളുടെ വെൽത്ത് ക്രിയേഷന്റെ ഏറ്റവും വലിയ ശത്രുവാണ്. സെക്കൻഡ് വൺ, സേവിങ്സ് ആവശ്യമാണ് പക്ഷേ ഇൻവെസ്റ്റിംഗ് അനിവാര്യമാണ്. തേർഡ് വൺ, ഡെറ്റ്, ഇക്വിറ്റി, ഗോൾഡ്, റിയൽ എസ്റ്റേറ്റ്. ഈ 4 അസറ്റ് ക്ലാസുകളെ പ്രോപ്പറായി മനസ്സിലാക്കുക. ഫോർത്ത് വൺ, ഡൈവേഴ്സിഫിക്കേഷൻ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റിസ്ക് കുറക്കുന്നു. ഫിഫ്ത് വൺ, നിങ്ങളുടെ വെൽത്ത് ഗ്രോ ചെയ്യാൻ കോമ്പൗണ്ടിങ്ങിന് ആവശ്യമായ സമയം നൽകുക. വെൽത്ത് ഉണ്ടാകുന്നത് ഓവർനൈറ്റ് അല്ല, കൺസിസ്റ്റൻസി കൊണ്ടാണ്. ഈ 30 ദിവസം കൊണ്ട് നമ്മൾ ഇൻഫ്ലേഷൻ മുതൽ റൈറ്റ്സ് വരെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. പക്ഷേ ഈ അറിവ് മാത്രം മതിയാകില്ല, ആക്ഷൻ വേണം. ചെറിയ തുകയാണെങ്കിലും തുടങ്ങുക, വേഗത്തിൽ തുടങ്ങുക, തുടരുക. കാരണം ഇൻവെസ്റ്റിംഗിൽ പെർഫെക്റ്റ് ടൈം എന്നൊന്നില്ല, സ്റ്റാർട്ടിംഗ് ടൈം മാത്രമേ ഉള്ളൂ. സോ ദ വെൽത്ത് പ്രൊജക്ട് ഇവിടെ അവസാനിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ വെൽത്ത് ക്രിയേഷൻ ജേണി ഇനിയാണ് ആരംഭിക്കുന്നത്. ഈ സീരീസിലെ മുഴുവൻ വീഡിയോസും ദ വെൽത്ത് പ്രൊജക്ട് എന്നൊരു പ്ലേലിസ്റ്റായി ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സംശയമുള്ളവർ വീണ്ടും കണ്ടു നോക്കുക. ഒരു സ്റ്റോക്ക് പിക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ റേഷ്യോ നോക്കണം? മ്യൂച്വൽ ഫണ്ടിൽ NAVയും എക്സ്പെൻസ് റേഷ്യോയും എന്താണ്? ഗോൾഡ് ETF എങ്ങനെയാണ് വാങ്ങുന്നത്? റൈറ്റ്സിന്റെ ഒരു യൂണിറ്റ് എങ്ങനെ സ്വന്തമാക്കാം? വീണ്ടും പുതിയ സീരീസുകളുമായി കാണാം. ഇറ്റ്സ് ക്രെഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സിംപ്ലിഫൈഡ്.